ദിലീപേട്ടൻ്റെ 148ാമത്തെ സിനിമ. ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ഏറെ പ്രതീക്ഷയുളവാക്കിയ ട്രെയിലറോടും ടീസറോടും പോസ്റ്ററുകളോടും കൂടി പുറത്തിറങ്ങിയ സിനിമ തങ്കമണി എന്ന ചിത്രം എങ്ങനെയുണ്ട്? ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ജ്വലിക്കുന്നൊരു ഏടായിട്ട് നിൽക്കുന്ന ഒന്നാണ് തങ്കമണിയിലെ ബസ്സിലുണ്ടായ ആക്രമണം. അത് പോലീസ് നരനായാട്ടിലേക്ക് വരെ കലാശിച്ചൊരു വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. 1980കളുടെ പകുതിയിൽ ഒരു കാലഘട്ടത്തിൽ തന്നെ നടുക്കിയ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് പോകുന്ന ബസ്സുകളുമായി ബന്ധപ്പെട്ടതാണ്. അന്നത്തെ ഈ വ്യാപാര പട്ടണമായിട്ടുള്ള ഈ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തങ്കമണിയിലേക്ക് പോകാൻ വളരെ കുറച്ച് ബസ് സർവീസുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ തങ്കമണിയിലേക്ക് എത്തുന്ന റോഡാണെങ്കിൽ ഭയങ്കര മോശം റോഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് കട്ടപ്പനയിൽ നിന്ന് പോകുന്ന ബസ്സുകൾ പതിവായി വിദ്യാർത്ഥികളെ തങ്കമണിക്ക് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറക്കുന്നു, അവിടെ നിന്ന് ഇവർക്ക് നടന്നു വരേണ്ടി വരുന്നു എന്നൊരു ചെറിയ വിഷയത്തിൽ തുടങ്ങിയ പ്രശ്നത്തിൽ ഇവർ ഈ പറഞ്ഞ പോലെ പ്രക്ഷോഭം ഉണ്ടാവുകയും ബസ് ജീവനക്കാർ ഇവരെ മർദ്ദിക്കുകയും അങ്ങനെ കേരള പോലീസ് അന്നത്തെ കാലത്ത് ഇടപെടുകയും നരനായാട്ട് സംഭവിക്കുകയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുകയും കേരളം തങ്കമണിയുടെ പേരിൽ ഉരുകുകയും ചെയ്തൊരു കാലം. ഇത്രയും തീക്ഷ്ണമായിട്ടുള്ളൊരു കഥ, ഈ പ്ലോട്ടിനെയാണ് സിനിമയിലൂടെ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ തീക്ഷ്ണത അല്ലെങ്കിൽ കേരളക്കരയെ 36 വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചുലച്ചൊരു സംഭവത്തിനെ സിനിമ ആക്കി മാറ്റുമ്പോൾ തിയേറ്ററുകളെ പിടിച്ചുലയ്ക്കാൻ ഈ സിനിമയ്ക്കായോ എന്ന് സംശയിക്കേണ്ടി വരും. സിനിമയുടെ ഏത് മേഖല എടുത്താലും അതിനകത്തൊക്കെ പോസിറ്റീവ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു റിവ്യൂ ടീമാണ് കൗമുദി മൂവീസിന് എന്നും എല്ലായ്പ്പോഴും ഉള്ളത്. പക്ഷേ ഈ സിനിമയുണ്ടല്ലോ, ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് നിങ്ങളോട് പറയാനുള്ള പോസിറ്റീവുകളെ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടായി തോന്നി. പക്ഷേ സിനിമ ഒരു 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 ഭയങ്കര മോശം സിനിമയൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു പക്ഷേ ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാവാം, എന്നാലും ഈ ഒരു യഥാർത്ഥ സംഭവത്തിനെ സിനിമയാക്കുമ്പോൾ അതിനകത്ത് എവിടെയോ കയറിക്കൂടി ഒരു നാടകത്തിൻ്റെ ലാഞ്ചന അതാണെന്ന് തോന്നുന്നു സിനിമയെ ഒരു പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് എൻഗേജിങ് ആക്കാതെ പോയത്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, ഇത്രയും വലിയൊരു ഒരു 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 സംഭവത്തിനെ സിനിമയാക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തോന്നി. ദിലീപേട്ടൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാക്കി കണക്കാക്കപ്പെട്ടിരുന്ന ഒന്നാണ് തങ്കമണിയിലേത്. 2 നായികമാർ, ഏറ്റവും നല്ല മികച്ച ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് തന്നെ ഈ സിനിമയുടെ പ്ലോട്ട് ഗംഭീരമാക്കാം എന്നിരിക്കെ ഡബ്ബിംഗ് മുതൽ ഇങ്ങോട്ടേക്ക് പാളിപ്പോയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പലയിടങ്ങളിലും പ്രേക്ഷകന് പോലും തോന്നി ഇതിങ്ങനെ വേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടി ഇങ്ങനെ ആകാമായിരുന്നു. ഈ സിനിമയിൽ നിന്ന് ദിലീപേട്ടൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു 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 അഭിനയ ജീവിതത്തിൽ തന്നെ നാഴികക്കല്ലാകുന്നൊരു വേഷത്തിനെ പ്രതീക്ഷിച്ച് പോകുന്ന പ്രേക്ഷകന് സിനിമ ഇഷ്ടപ്പെടില്ല. അതേസമയം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കാണണം, ദിലീപേട്ടൻ്റെ പടം കാണണം, അല്ലെങ്കിൽ ഈ കേരളത്തിൽ നടന്ന ഈ സംഭവം എന്താണെന്ന് അറിയാത്തൊരു വലിയ തലമുറ ഇപ്പോഴുണ്ട്. 36 വർഷം മുമ്പ് നടന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിയാനായിട്ട് സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ല. അതല്ലാണ്ട് ഒരു ദിലീപേട്ടൻ, ഇപ്പോൾ അല്ലാതെ ഒരു കടുത്ത ദിലീപേട്ടൻ ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയ്ക്ക് പ്രശ്നം തോന്നില്ല. അതല്ലാണ്ട് നമ്മളെപ്പോലെയുള്ള ഒരു നിഷ്പക്ഷരായിട്ടുള്ള സിനിമയെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരങ്ങളിൽ നിന്ന് നല്ല സിനിമ വരണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു നിരാശ തോന്നിയേക്കാം. വീണ്ടും പറയട്ടെ, പടം ഫ്ലോപ്പാണെന്നോ അല്ലെങ്കിൽ പടം വെറും മോശമാണെന്നോ ഒന്നുമല്ല ഈ പറയുന്നത്. എൻ്റെ പ്രതീക്ഷകൾ, ദിലീപേട്ടൻ്റെ രതീഷ് രഘുനന്ദൻ എന്ന സംവിധായകൻ്റെ സിനിമ, അത് കണ്ടുകൊണ്ടിരുന്നൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് മാത്രമല്ല തിയേറ്ററിനകത്തൊപ്പമുണ്ടായിരുന്ന സകലമാന പ്രേക്ഷകർക്കും തോന്നിയത് ഒരു വലിയ നിരാശയാണ്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചതിൻ്റെ ആവാം. ഇതിനു മുമ്പ് പലപ്പോഴും നമുക്കങ്ങനെ, മാത്രമല്ല സമീപകാലത്തെ മലയാള സിനിമകളുടെ ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ആഴ്ചയും ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സിനിമയാകട്ടെ, അത് അങ്ങ് അവിടെ മുതൽ ഇങ്ങ് തുടങ്ങുകയാണ്. ഈ മലൈക്കോട്ടെ വാലിഭന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് വന്നത്. അത് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ റിലീസായപ്പോഴേക്ക് അഭിപ്രായം മാറി. തിയേറ്ററിനകത്ത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞവർ പോലും ഓൺലൈൻ റിലീസായപ്പോൾ കൈയടിച്ചു. ഭ്രമയുഗം അതിഗംഭീരമായിട്ടുള്ള റിവ്യൂ ആണ് വന്നത്. പ്രേമലു അതിലേറെ ഹിറ്റായി. മഞ്ഞുമൽ ബോയ്സ് സൂപ്പർ ഹിറ്റായിട്ട് മുമ്പോട്ട് പോകുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും, നമുക്ക് വിട്ടുപോയിക്കൂടാ, അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയുടെ ഒരു ഗ്രാഫിനെ കട്ടയ്ക്ക് കയറ്റി. അതിനൊക്കെ ഇടയിലേക്ക് തങ്കമണി എന്ന് പറയുന്നൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ റിവ്യൂവേഴ്സിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഞങ്ങളെയും കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ ഇത് സത്യസന്ധമായി സങ്കടം പറയുന്നതാണ്. ദിലീപേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ച സിനിമ ഇതല്ല. ക്യാമറ വർക്കൊക്കെ നല്ലതാണ്, പക്ഷേ ചില സമയത്ത് ആ ഫ്ലോയിങ് പോകും.
അപ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു എൻഗേജിങ് ലെവലിലേക്ക് ഇപ്പോൾ വരും. ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചിരുന്നത് ഈ പറഞ്ഞ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കൊക്കെ വരുമ്പോൾ സിനിമ കംപ്ലീറ്റ് മാറും, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് സിനിമ ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, ഒന്നും ആയില്ല. വണ്ടി കത്തുന്ന ആ സീനൊക്കെ വന്നപ്പോൾ കുറച്ചങ്ങനെ എൻഗേജ് ആയിട്ട് വന്നത് പിന്നെയും അങ്ങ് ഡൗൺ ആയിപ്പോൾ. അതായത് സിനിമ പറഞ്ഞു പോകുന്ന പേസ് കുറച്ച് താഴ്ന്നു പോയി. കുറച്ചുകൂടിയൊക്കെ ആ ഒരു ഇതൊരു യഥാർത്ഥ സംഭവത്തിന് അമ്മാതിരി സിനിമയാക്കിയല്ല, അതിനകത്ത് ഫ്യൂഷനൊക്കെ ഉൾപ്പെടെയുള്ളത് ഇടകലർത്തിക്കൊണ്ടൊരു സിനിമാറ്റിക് വിഷ്വലായിട്ടാണ് അത് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. ഇക്കാര്യങ്ങളൊക്കെ പറയണമെങ്കിലും ലൊക്കേഷൻ്റെ കാര്യം പറയണമല്ലോ. നല്ല ലൊക്കേഷനാണ്. ആ കാലഘട്ടത്തിനെ പുനരാവിഷ്കരിക്കുന്നതിനുള്ളൊരു നല്ല ശ്രമം ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എവിടെയോ പാളിയ ഹോംവർക്കുകളിലെ പാളിച്ചകൾ ഒഴിവാക്കിയാൽ സിനിമ ഈ പറഞ്ഞ പോലെ വൺ ടൈം വാച്ചബിളാണ്. അതല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു ലെവലിലേക്ക് പടത്തിൻ്റെ ഹൈപ്പ്, അല്ലെങ്കിൽ പടത്തിന് വന്നൊരു ഹൈപ്പിനനുസരിച്ച് സിനിമ വന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് പറ്റിയതെന്ന് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ വെക്കേഷനാണ്, പിള്ളേരും ഒക്കെ ആയിട്ട് പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം കേരളത്തിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് അനുഭവവേദ്യമാകാൻ കഴിയുന്ന ഒരു സിനിമയാണ് തങ്കമണി. അടുത്ത സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. ഈ ടീമിൻ്റെ അടുത്ത സിനിമ, ഇപ്പോൾ രതീഷ് രഘുനന്ദൻ്റെ അടുത്ത സിനിമയും ദിലീപേട്ടൻ്റെ അടുത്ത സിനിമയും സൂപ്പർ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു.